പ്രിയ വെറും 13 വയസ്സുള്ളൊരു പെൺകുട്ടി താനുമായി സൗഹൃദം അല്ലെങ്കിൽ പ്രണയമുണ്ടായിരുന്ന ആളുമായി ഗൂഢാലോചന നടത്തി തൻ്റെ പോറ്റമ്മയെ ജനിപ്പിച്ച അമ്മയല്ല, തന്നെ എടുത്തു വളർത്തിയ മാതാവിനെ കൊലപ്പെടുത്തുക. ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്നു, ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നു. ഞെട്ടലുളവാക്കുന്ന ഒരു സംഗതി തന്നെയാണ് അല്ലേ? അതെ, തീർച്ചയായും വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭയം എന്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ 13 വയസ്സുകാരി കൊലപാതകം ചെയ്യാനായിട്ട് ആസൂത്രണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരാളുടെ പ്രേരണയായാൽ കൂടി സാധാരണ 13 വയസ്സുകാരി ഒരു പെൺകുട്ടിക്ക് ഭയമായിരിക്കും ഉണ്ടാകുക കൊലപാതകം എന്ന് കേട്ടാൽ. ഇവിടെ ഭയമല്ല, ഇവിടെ കൃത്യമായ ആസൂത്രണമാണ് ആ പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. വളർത്തമ്മയെ കൊല്ലുക, കൊന്നതിന് ശേഷം ആഭരണങ്ങൾ കവരുക, അതുപോലെ തന്നെ സ്വത്തുക്കൾ കൈവശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുക. ഇതാണ് ഈ ക്രൈമിൻ്റെ പിന്നിലുള്ള സംഭവം. ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു വലിയ ഞെട്ടലുണ്ടായി. കാരണം എങ്ങനെയാണ് ഈ മനോനില അവർ കൈവരിച്ചത്? അത് നിസ്സാര തർക്കങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ, അതായത് ഒന്നുമല്ലാതെ ഇരുന്ന തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാത്ത ഒരു കുട്ടിയെ എടുത്ത് അഭയം കൊടുത്ത് ജീവിതം നൽകി അവരെന്ത് കഷ്ടപ്പെട്ട് കാണുമെന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഭർത്താവും അവർ ചേർന്നിട്ടാണ് ഈ കുട്ടിയെ എടുത്ത് വളർത്തുന്നത്. എടുത്ത് വളർത്തിയതിന് ശേഷം ഈ വളർത്തി വലുതാക്കുന്നു. അവൾക്ക് കേന്ദ്രീയ വിദ്യാലയം 8ാം ക്ലാസ്സിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ സ്വന്തം നാട് ഉപേക്ഷിച്ച് മറ്റൊരു നഗരത്തിലേക്ക് വന്ന് ഈ പെൺകുട്ടി അവിടെ വളർത്തുകയാണ്. അവിടെ വളർത്തി പഠിപ്പിക്കുക കേന്ദ്രീയ വിദ്യാലയം. അപ്പോൾ വീടിനടുത്തുള്ള ഒരു പൂജാരിയുമായിട്ട് ഈ പെൺകുട്ടി സൗഹൃദത്തിലാവുന്നു. 21 വയസ്സുകാരനാണ്. അയാളുടെ സുഹൃത്തും ഈ പെൺകുട്ടിയുടെ കൂടെ ചേരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ പെൺകുട്ടിയുടെ സൗഹൃദം ശരിയല്ല എന്ന് മനസ്സിലാക്കിയ അമ്മ ആ കുട്ടിയെ വിലക്കുന്നു. വിലക്കിയതോടുകൂടി കാര്യങ്ങൾ മാറി. ഇവർക്ക് വലിയ ശത്രുത ഈ പെൺകുട്ടിക്ക് അമ്മയുടെ അടുത്ത്. അമ്മയോടുള്ള ശത്രുത ഇവൾ പലവട്ടം അവരുമായിട്ട് വഴക്ക് കൂടുന്നതിൽ കാണിച്ചു. ഇവളെ പലതവണ പിന്തിരിപ്പിക്കാൻ നോക്കി. ആദ്യം ഉപദേശിച്ചു നോക്കി, സ്നേഹപൂർവ്വം സംസാരിച്ചു, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇതിലൊന്നും ഈ പെൺകുട്ടി വഴങ്ങുന്നില്ല. ഈ പെൺകുട്ടിയുടെ മനോനിലയാകെ മാറി. ഈ സൗഹൃദത്തെ അമ്മ വിലക്കുന്നു. വിലക്കിയതിന് ശേഷം പെൺകുട്ടിയോട് ആദ്യം സംസാരിക്കുന്നു, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പറയുന്നു. രണ്ടാമത് പെൺകുട്ടിയെ ഉപദേശിക്കുന്നു. അതിനുശേഷം വിലക്കുന്നു, കൃത്യമായി വിലക്കേർപ്പെടുത്തുകയാണ്. അമ്മ ഇങ്ങനെ ചെയ്യരുത്, നീ അവരുമായിട്ടുള്ള സൗഹൃദം നല്ലതിനല്ല എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇവൾക്കത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമായിട്ട് അവിടെ മാറുകയാണ് ആ കുടുംബത്തിനകത്ത്. കാരണം ഈ സ്ത്രീ ഈ പെൺകുട്ടിയെ എടുത്ത് വളർത്തിയതിന് ശേഷം ഇവൾ ഈ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു പോവുകയാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പിന്നെ ഒറ്റയ്ക്കാണ് ഈ പെൺകുട്ടിയെ വളർത്തിയത്. അവർക്ക് അത്യാവശ്യം സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ആ സ്വത്തുണ്ടെങ്കിൽ ഈ മകൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. 57 വയസ്സുകാരിയാണ്, ഭർത്താവ് മരിച്ചു, ഇനി അവൾ മാത്രമാണുള്ളത്. എടുത്തു വളർത്തിയതാണെങ്കിലും സ്വന്തം മകളെ പോലും സ്നേഹിച്ച് വളർത്തുന്ന ആ പെൺകുട്ടി തനിക്ക് വേണ്ടിയിട്ട് ജീവിക്കും, തന്നെ സ്നേഹിക്കും എന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കാര്യം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. ഈ രക്തബന്ധത്തിനല്ലാതെ, രക്തബന്ധം പോലും നമ്മുടെ സമൂഹത്തിൽ നിന്ന് എത്രത്തോളം മാറുന്നു എന്നുള്ളത്, രക്തബന്ധമല്ലാതെ മറ്റൊരു ബന്ധത്തിനും വിലയില്ലേ എന്നൊരു സംശയത്തിലേക്ക് വരും. സ്വന്തം അമ്മ അല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ചെയ്തത് എന്നൊരു സംശയം ഉണ്ടാകും. നിൻ്റെ അമ്മ സ്വന്തം നിന്നെ പെറ്റി വളർത്തിയ അമ്മയാണെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, പെൺകുട്ടിയും ഫീൽ ചെയ്യില്ല. കാരണം ജനിച്ചപ്പോൾ മുതൽ കാണുന്ന മുഖമാണല്ലോ അത്. സ്വന്തം അമ്മ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ പെറ്റമ്മ അല്ല എന്നെങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഇനി അഥവാ പെറ്റമ്മ അല്ല എന്ന് അവക്കറിയാമെങ്കിൽ തന്നെ എങ്കിലും എങ്ങനെ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു ക്രൂരകൃത്യമാണ് ചെയ്തതെങ്കിൽ പോലും ഈ 13 വയസ്സേ ഉള്ളൂ, പെൺകുട്ടിയാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. ഇത്തരം ആനുകൂല്യങ്ങൾ, ഒരു നിയമത്തിന്റെ ആനുകൂല്യങ്ങൾ ഈ വലിയ കുറ്റവാളിക്ക് കിട്ടുകയും ചെയ്യും. അതെ, അപ്പം നമുക്ക് ഇവരെ കുറ്റവാളി എന്ന് വിളിക്കാൻ നിയമപരമായിട്ട് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇടയ്ക്ക് ഒരു സ്കൂൾ കുട്ടികൾ ചേർന്നിട്ടൊരു കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയായിരുന്നു. പക്ഷേ അപ്പോൾ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ കുറ്റവാളി എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നിയമം പറയുന്നത്. ദ ചൈൽഡ് വിത്ത് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നാണ്. ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, അത് നിയമമായിട്ട് പ്രശ്നത്തിലേർപ്പെട്ട കുട്ടി എന്ന് മാത്രമേ ഇവരെ വിളിക്കാൻ കഴിയുള്ളൂ. ഇവരെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇവരെ ശിശുക്ഷേമ സമിതിയുടെ, ശിശു സംരക്ഷണ സമിതിയുടെ കസ്റ്റഡിയിൽ മാത്രമേ കുട്ടികളെ വയ്ക്കാൻ കഴിയൂ. ഇവരെ നേരിട്ടുള്ള കോടതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരെ കൊണ്ടുപോകാൻ പോലീസ് യൂണിഫോം വെച്ച് കുട്ടിയുടെ സംസാരിക്കാൻ പോലും പറ്റില്ല. യൂണിഫോമൊക്കെ മാറ്റി വെച്ചിട്ട് പോലീസിന് പോലും സംസാരിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പോലും അതും അഭിഭാഷകൻ്റെയും ഈ പറയുന്ന ശിശു സംരക്ഷണ സമിതിയുടെയും സാന്നിധ്യത്തിൽ മാത്രം. എന്നാൽ പോലും തുച്ഛമായ ഏറ്റവും ചെറിയ ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ അവർക്ക്. കാരണം അങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നത്. കുട്ടിക്ക് അറിയില്ല എന്നുള്ളതാണ്. ശരിയാണ്, 13 വയസ്സുകാരിയാണ്. കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നേ ഉള്ളൂ. ബാല്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബാല്യം ഒന്ന് വിട്ടു വന്നതേ ഉള്ളൂ. ചെറിയൊരു മുട്ട പോലത്തെ പ്രായമാണ്, കുഞ്ഞാണ്. പക്ഷേ ഈ ചെയ്ത ക്രൂരത വലുതാണ്.
ഇത്തരം കേസുകളിലൊക്കെ സ്ഥിരം ഉണ്ടാകുന്ന ഒരു സാന്നിധ്യം ഈ സോഷ്യൽ മീഡിയയുടെയാണ്. ഇതിലും ഈ സോഷ്യൽ മീഡിയയുടെ പങ്ക് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്? ഇൻസ്റ്റാഗ്രാമാണ് ഈ കുട്ടി ഇവരുമായിട്ട് സംസാരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് 13 വയസ്സിലൊക്കെ അക്കൗണ്ട് ഇപ്പോൾ സർവ്വസാധാരണമാണ്. എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് കുട്ടി സ്വന്തമായിട്ട് ഫോണുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് ഡിജിറ്റൽ ലേണിങ്ങിലേക്ക് കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും ഫോണെത്തി. അത് വലിയ അപകടവും ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ സ്ക്രീൻ ടൈമിനൊന്നും ഒരു ലിമിറ്റേഷനും ഇല്ല. നമ്മുടെ എല്ലാ വീടുകളിലും അത് കാണുന്നതുമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഈ കാമുകൻ ആയിട്ടുള്ള വ്യക്തിയോ ഇല്ലെങ്കിൽ കാമുകൻ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കാമുകനാണെങ്കിൽ അല്ലെങ്കിൽ ആൺ സുഹൃത്ത് എന്ന് പറയാം, ആൺ സുഹൃത്തായിട്ടുള്ള വ്യക്തിയായിട്ട് സംസാരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ കൂടെയാണ്. ഇൻസ്റ്റാഗ്രാം ചാറ്റിൽ കൂടെ സംസാരിച്ച് ഇതിനെ ഈ കൊലപാതകത്തിൻ്റെ പദ്ധതി മുഴുവൻ തയ്യാറാക്കി. അതായത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവരെ ഉറക്ക ഗുളിക കൊടുത്താണ് കൊല്ലുന്നത്. ഉറക്ക ഗുളിക കൊടുത്ത് കൊല്ലുകയല്ല, ഉറക്ക ഗുളിക കൊടുത്ത് ഇവർ ഉറങ്ങുന്നു. മയങ്ങി കഴിഞ്ഞപ്പോൾ ഈ ആൺ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി അവരെ തലയിട ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ആഭരണങ്ങൾ കവരുന്നു. അപ്പോൾ അതിന് ശേഷം ബന്ധുക്കളെ ആ വിവരം അറിയിക്കുന്നു. ഇവർക്ക് സുഖമില്ല. പിറ്റേന്നാണ് ഇവർ മരിച്ചതായി കണ്ടെത്തുന്നത്. നേരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ഹൃദയാഘാതം മൂലം മരിച്ചതാണെന്ന് വിചാരിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖം ഈ സ്ത്രീക്ക് മുൻപേ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന അസുഖം ഉണ്ടായിരുന്നത് കൊണ്ട് സംശയിക്കപ്പെടുന്നില്ല. പക്ഷേ ഈ പെൺകുട്ടി ഭുവനേശ്വറിലാണ് ഈ ശവസംസ്കാരം നടന്നത്. അവരുടെ ജന്മനാട് ഭുവനേശ്വറിൽ ഈ സംസ്കാരം കഴിഞ്ഞ് ഈ പെൺകുട്ടി മടങ്ങി പോകുമ്പോൾ ഇവിടെ ഫോൺ എടുക്കാൻ മറന്നു പോവുകയാണ്. അപ്പോൾ ഫോൺ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഈ സ്ത്രീയുടെ സഹോദരൻ ഇതെടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ വിശദമായ ചാറ്റ് കാണുന്നത്. എങ്ങനെ കൊലപ്പെടുത്തണം, ഉറക്ക ഗുളിക എത്ര ഉപയോഗിക്കണം, ഏത് ഉറക്ക ഗുളിക ഉപയോഗിക്കണം, എങ്ങനെ അത് ഭക്ഷണത്തിൽ കലർത്തണം, എങ്ങനെ അത് കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം, അതിനുശേഷം ഇവരെ വീട്ടിലേക്ക് വിളിക്കുന്ന സമയം എങ്ങനെ, സംശയം തോന്നാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ ഓരോന്നോരോന്നായി പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് ഇവരെ വിളിച്ചു വരുത്തി ഈ ഉറക്ക ഗുളിക എടുത്ത് മയക്കിയതിന് ശേഷം ഇവരെ വിളിച്ചു വരുത്തി ഈ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവർ തിരിച്ചു പോകുന്നു, മടങ്ങിപ്പോകുന്നു. ആരും അറിയുന്നില്ല. ഇവർ കഥകൊക്കെ അടച്ച് വന്ന് സുഖമായി കിടന്നുറങ്ങുന്നു. ഇവർ മരിച്ച കിടക്കുന്ന ആ വീട്ടിൽ തന്നെ ഈ കുട്ടിയും അവിടെ കിടന്നുറങ്ങുന്നു. പിറ്റേന്നാണ് ബന്ധുക്കളെ അറിയിക്കുന്നത് അമ്മ ഉണരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ വന്ന് പരിശോധിക്കുമ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മരിച്ചു എന്ന് ബോധ്യപ്പെട്ടു. എന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ആശുപത്രിയിൽ വെച്ച് മരണം ഉറപ്പിക്കുന്നു. അതിനുശേഷം ശവസംസ്കാരത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് കിടക്കുന്നു. ഈ ഒരു ഘട്ടത്തിലും ബന്ധുക്കൾക്കാർക്കും സംശയം തോന്നിയില്ല. അത്രത്തോളം മെഡിക്കുകയാണ് ഈ പെൺകുട്ടി ഈ കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ഇനി ഇപ്പോഴും അനാഥയായി. ആദ്യം അനാഥയായി ജനിച്ചു. സ്വന്തം കൈ കൊണ്ട് സ്വന്തം കർമ്മം കൊണ്ട് വീണ്ടും ഇതാ അനാഥയായി മാറിയിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന കുട്ടിക്ക് ഈ മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഇവർക്കുണ്ടായിരുന്ന 2 ബന്ധമാണ്, 2 സുഹൃത്തുക്കളാണ്. ഈ 2 സുഹൃത്തുക്കളാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിലൊരു കൊലപാതകം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവരുടെ സഹോദരൻ സിബ പ്രസാദ് മിശ്ര എന്ന് പറയുന്ന ആളാണ് ഈ ഫോൺ പരിശോധിച്ചത്. അതുകൊണ്ടാണ് മനസ്സിലാക്കിയത് ഈ പൂജാരിയായ ഗണേഷ് റാത്ത്, സുഹൃത്ത് ദിനേശ് സാഹു എന്നിവരാണ് മറ്റ് 2 പ്രതികൾ. ഇവരെ 2 പേരെയുമാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പെൺകുട്ടിയും ഈ പറയുന്ന നിയമപരമായ കസ്റ്റഡിയിലാണ്. ഈ ക്രൈം കൃത്യമായി തെളിയിക്കാനുള്ള പോലീസിൻ്റെ പദ്ധതി. ഇനി ഈ കുട്ടിയുടെ ഭാവിയാണ് ഏറ്റവും പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയാലും എങ്ങനെയാണ് വീണ്ടും ഇത് അരക്ഷിതമായൊരു ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏക അത്താണിയെ സ്വയം ഇല്ലാതാക്കിയിരിക്കുന്നു. ഈ കുട്ടി ഇവന്മാരാണ്, ഈ പറയുന്ന 2 പ്രതികളാണ് പ്രേരിപ്പിച്ച് കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നിനക്ക് സ്വത്ത് കിട്ടുമെന്ന് പറയുന്നു. അമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് സ്വത്ത് കിട്ടും, ഞങ്ങളോടൊപ്പം കഴിയാൻ യാതൊരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ഒരു വലിയ അവിടെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പോക്സോ വകുപ്പുകൾ കൂടി വരുമായിരിക്കും ഇവന്മാർക്കെതിരെ. കാരണം ഇവർ ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയുടെ ശരീരത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ, സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ പോക്സോ വകുപ്പാണ്. വളരെ ഗുരുതരമായ കുറ്റകൃത്യം പെൺകുട്ടി ചെയ്തിരിക്കുന്നു. പെൺകുട്ടിയുടെ കൂടെയുള്ള 2 സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നു. ഇതെന്തായാലും ഇന്ത്യയിൽ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികളുടെ മാനസികാവസ്ഥയുടെ ഒരു ചെറിയ പ്രശ്നത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ സമൂഹം കൃത്യമായ ഒരു ഓഡിറ്റിന് വിധേയമാക്കണം, അത് പരിശോധിക്കണം. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ക്രിമിനൽ വാസനകൾ അല്ലെങ്കിൽ നിയമപരമായ ഒരു കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന, ചൈൽഡ് കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്താതെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതും അതിന് വേണ്ട നടപടികൾ എടുക്കേണ്ടതുമുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.